വിശദമായ വാർത്തയിലേക്ക്. വിവാദങ്ങളുടെ പുറകെ പോയി സമയം പാഴാക്കാൻ സർക്കാരിന് താൽപര്യമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് സർക്കാരിന്റെ ശ്രമമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ കൊലപാതകം സമാധാന ശ്രമങ്ങൾക്കുള്ള തിരിച്ചടിയല്ലെന്ന് മുഖ്യമന്ത്രി. സംഭവം ദൗർഭാഗ്യകരം, ഒറ്റപ്പെട്ട സംഭവമെന്നും വേണ്ടത്ര ജാഗ്രത പാലിച്ചാണ് മുന്നോട്ടു പോകുന്നതെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. യഥാർത്ഥത്തിൽ സമാധാന സംഭാഷണം നടന്നതിന് ശേഷം നല്ല ഫലം അതിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും അനുഭവം. അത് നല്ല രീതിയിൽ തന്നെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത പൊതുവെ ബന്ധപ്പെട്ടവർ പാലിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിയും. ഇന്നലെ ഉണ്ടായത് അത്യന്തം ദൗർഭാഗ്യകരമായ ഒരു സംഭവം തന്നെയാണ്. അത് നാം നടത്തിവരുന്ന ശ്രമങ്ങൾക്ക് അനുകൂലമായ ഒന്നാണ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് പൊതുവെ കാണേണ്ടത്. അത് സമാധാന ശ്രമങ്ങൾക്കുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിഘാതമായൊരു കാര്യമായിട്ട് വരാൻ പാടില്ല. അപ്പോൾ ബന്ധപ്പെട്ടവരെല്ലാം ആ ഒരു ജാഗ്രത പാലിക്കുകയും നേരത്തെയുള്ള സ്പിരിറ്റോടു കൂടി തന്നെ സമാധാനം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയും വേണം. അതേസമയം ഒരു കൊലപാതകമാണ് നടന്നിട്ടുള്ളത്. അതിൽ പ്രതികളായിട്ടുള്ളവരെ ഫലപ്രദമായി തന്നെ നിയമത്തിൻ്റെ കരങ്ങളിൽ പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കും. പോലീസ് ഇപ്പോൾ ആ വഴിക്ക് ജാഗ്രതയോടെ നീങ്ങുകയും ചെയ്യുന്നുണ്ട്. അതിരപ്പള്ളി പദ്ധതി നടപ്പാക്കാനാകുമെന്ന് തോന്നുന്നില്ലെന്ന് മന്ത്രി എം എം മണി. ഇക്കാര്യത്തിൽ മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ പ്രശ്നങ്ങളുണ്ടെന്നും ചെറുകിട പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കാൻ ശ്രമിക്കുമെന്നും എം എം മണി പറഞ്ഞു. ജലവൈദ്യുതിയാണ് ഏറ്റവും ഫലപ്രദം. പക്ഷേ എന്തോരം കഴിയും? ആതിരപ്പള്ളി നമുക്കറിയാം, തുടങ്ങാൻ കഴിയില്ല. ഇല്ലാത്ത പ്രശ്നങ്ങളാണ്. മുന്നണിക്കകത്ത പ്രശ്നം, UDF-കാർ അവർ വേറെ പ്രശ്നം, ആഹ പ്രശ്നമാണ്. സമൂഹപാലം കുരങ്ങും അവിടുത്തെ വനവും മൃഗങ്ങളുമെല്ലാം പോകും എന്ന മട്ടിലാണ് അവരിപ്പോ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നടന്നിരുന്നെങ്കിൽ നല്ലൊരു പദ്ധതിയായിരുന്നു. അത് യാതൊരു സാധ്യതയും കാണുന്നില്ല. തമിഴ്നാട്ടിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 7 മലയാളികൾ മരിച്ചു. കാസർഗോഡ് ബന്ദിയോട് നിന്ന് വേളാങ്കണ്ണിയിലേക്ക് തീർത്ഥാടനത്തിന് പോയവരാണ് അപകടത്തിൽപ്പെട്ടത്. ബന്ദിയോട് മണ്ടേക്കാപ്പിൽ ബെഞ്ചമിൻ മൊണ്ടേറയുടെ കുടുംബാംഗങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. 2 സ്ത്രീകളും 2 പുരുഷന്മാരും ഒരു കുട്ടിയുമാണ് മരിച്ചത്. കരൂർ ജില്ലയിലെ കുഴിത്തലയിലാണ് സംഭവം ഉണ്ടായത്. സണ്ണി ജോസഫ് ചേരുന്നു. സണ്ണി, എപ്പോഴായിരുന്നു അപകടമുണ്ടായത്? കൂടുതൽ വിശദാംശങ്ങൾ. ധന്യ, ഇപ്പോഴാണ് നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായത്. രാവിലെ 6:55 തമിഴ്നാട് സംസ്ഥാനത്തെ കരൂർ ജില്ലയിലെ ലാലാപേട്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന KA പേട്ടിലുണ്ടായ വാഹനാപകടത്തിൽ കാസർഗോഡ് ജില്ലയിലെ 7 പേർ മരണപ്പെട്ടത്. കാസർഗോഡ് ബന്ദിയോട് മണ്ടേക്കാപ്പിലെ ബെഞ്ചമിൻ മൊണ്ടേറയുടെ കുടുംബാംഗങ്ങളാണ് മരിച്ച 7 പേരും. ബെഞ്ചമിന്റെ ഇളയ മകൻ ആൽവിൻ മൊണ്ടേറയുടെയും ഗ്രീമ മൊണ്ടേറയുടെയും വിവാഹാഘോഷം കഴിഞ്ഞ് തീർത്ഥാടനത്തിന് പോയതായിരുന്നു ഇവർ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് കാസർഗോഡ് മണ്ടേക്കാപ്പിലെ ഇവരുടെ വസതിയിൽ നിന്നും മൂത്ത മകൻ ഹെറാൾഡിന്റെ സ്കോർപിയോ കാറിൽ ഇപ്പോൾ പുറപ്പെട്ടത്. 11 പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. എല്ലാവരും മൊണ്ടേറെ കുടുംബാംഗങ്ങളാണ്. തുടർന്ന് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇവർ അവിടെ നിന്നും തിരിച്ചു പോകുന്നത്. പുലർച്ചെ ആണ് മണൽ ലോറിയുമായി കൂട്ടിയിടിച്ചാണ് ദുരന്തമുണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. 4 പുരുഷന്മാരും 2 സ്ത്രീകളും ഒരു കുട്ടിയുമാണ് അപകടത്തിൽ മരിച്ചത്. മരിച്ചവരെയെല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 3 പേർ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരാൾ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. ബെഞ്ചമിൻ മൊണ്ടേറയുടെ മൂത്ത മകൻ, അദ്ദേഹം പൂനെയിൽ സ്ഥിരതാമസമാണ്, ഹോട്ടൽ ബിസിനസ്സാണ്. അദ്ദേഹത്തിൻ്റെതാണ് ഈ അപകടത്തിൽപ്പെട്ട കാറ്. ഹൊറാൾഡ് മൊണ്ടേറോ, അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസീല, മകൻ റോഷൻ, മറ്റൊരു സഹോദരൻ ഹെറാൾഡിന്റെ സഹോദരൻ സത്തുറിന്റെ 7 വയസ്സുള്ള മകൾ സരൂണ, ഹെറാൾഡിന്റെ ഇളയ സഹോദരൻ ആൽവിൻ, ഭാര്യ പ്രീമ എന്നിവരാണ് ഈ അപകടത്തിൽ മരിച്ചത്. സത്തുറിന്റെ ഭാര്യ ജേഷ്മ യാതൊരു പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ട ഏക അംഗം ജേഷ്മയാണ്. പരിക്കുകളുടെ 3 പേർ ഇപ്പോൾ തൃശ്ശിനാപ്പള്ളിയിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ധന്യ.
സണ്ണി ജോസഫാണ് വിശദാംശങ്ങൾ നൽകിയത്. LDF സർക്കാരിന്റെ 1ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് പട്ടയ വിതരണത്തിന് ഇന്ന് തുടക്കമാകും. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട്ട് നിന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ 2247 കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യും. തങ്ങളുടെ കൈവശ ഭൂമിക്ക് പട്ടയത്തിനു വേണ്ടി കാത്തിരിക്കുന്ന പതിനായിരങ്ങൾക്ക് ആശ്വാസം പകർന്നുകൊണ്ടാണ് LDF സർക്കാരിന്റെ 1ാം വാർഷികാഘോഷത്തിന് തുടക്കമാകുന്നത്. പട്ടിക വിഭാഗക്കാരും ദരിദ്ര ജനവിഭാഗങ്ങളിൽപ്പെട്ടവർക്കും നേട്ടം ലഭിക്കുന്ന പട്ടയ വിതരണ ചടങ്ങ് എല്ലാ ജില്ലകളിലും സംഘടിപ്പിക്കുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിലാണ് പട്ടയ വിതരണത്തിന് തുടക്കം. ഇന്ന് ഉച്ചയ്ക്ക് 2-ന് കാഞ്ഞങ്ങാട്ട് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പട്ടയ വിതരണം ഉദ്ഘാടനം ചെയ്യും. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ചടങ്ങിൽ അധ്യക്ഷനും പി കരുണാകരൻ MP മുഖ്യാതിഥിയുമാണ്. 2247 കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ കാസർഗോഡ് ജില്ലയിൽ പട്ടയം നൽകുന്നത്. ഈ മാസം 21-ന് ഇടുക്കിയിൽ നടക്കുന്ന പട്ടയ വിതരണ ചടങ്ങിലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. തുടർന്നാണ് മറ്റു ജില്ലകളിലും പട്ടയം വിതരണം ചെയ്യുക. പട്ടികവർഗ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് പരത്തടിയിൽ 92 ഏക്കർ ഭൂമി പട്ടികവർഗക്കാർക്ക് നൽകുന്നുണ്ട്. വനംവകുപ്പ് അനുവദിച്ച ഈ ഭൂമിയിൽ 150 ആദിവാസികൾക്ക് 50 സെന്റ് വീതം ഭൂമിയുടെ കൈവശാവകാശ രേഖ ചടങ്ങിൽ വിതരണം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലോകത്തെ ഞെട്ടിച്ച് വൻ സൈബർ ആക്രമണം. ബ്രിട്ടൻ, US, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടെ ലോകത്തെ 99 രാജ്യങ്ങളിലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ ആക്രമണം ബാധിച്ചതായി റിപ്പോർട്ടുകൾ. ഇന്ത്യയിലെ കമ്പ്യൂട്ടറുകളെ ബാധിച്ചതായി ഇതുവരെ റിപ്പോർട്ടില്ല. ആക്രമണം നടത്തിയ ശേഷം ഫയലുകൾ തിരികെ ലഭിക്കാൻ പണം ആവശ്യപ്പെടുന്ന റാൻസം ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. ബിറ്റ്കോയിൻ വഴി $300 മുതൽ $600 വരെയാണ് ആക്രമണകാരികൾ ആവശ്യപ്പെടുന്നത്. സൈബർ ആക്രമണം നടന്ന രാജ്യങ്ങളിലെ വാർത്താവിനിമയ സംവിധാനങ്ങളെയും US-ലെയും യൂറോപ്പിലെയും സ്ഥാപനങ്ങളെയും ആക്രമണം ബാധിച്ചു. ചാലക്കുടി മണ്ഡലത്തിലെ റെയിൽവേ വികസന പദ്ധതികൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നസെന്റ് MP നിരാഹാര സമരം നടത്തുന്നു. മുന്നറിയിപ്പില്ലാതെ ട്രെയിനുകൾ നിർത്തലാക്കിയ കേന്ദ്ര നടപടി തിരുത്തണമെന്നും കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്നും ഇന്നസെന്റ് ആവശ്യപ്പെട്ടു. എന്തിനാണ് ഈ സമരം അല്ലെങ്കിൽ ഈ സത്യാഗ്രഹം എന്നൊരു പക്ഷെ നിങ്ങൾക്ക് തോന്നാം. നമ്മുടെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലുള്ള അവഗണന ഒരാഴ്ച മുമ്പ് ഇതിലെ പോയിരുന്ന തീവണ്ടികൾ പെട്ടെന്ന് പലതും ഇന്ന് നിർത്തിയിരിക്കുകയാണ്. 2 ആഴ്ച മുമ്പാണ് നമ്മൾ ഇതിനെപ്പറ്റി ആലോചിച്ചത്, ഇങ്ങനെ ഒരു സത്യാഗ്രഹം വേണമല്ലോ എന്ന്. നമ്മൾ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇവിടെയുള്ള ആളുകൾക്ക് സൗകര്യമായിട്ട് പോവുക, അതുപോലെ തന്നെ മറ്റുള്ള റെയിൽവേ സ്റ്റേഷനിലുള്ള ഫെസിലിറ്റീസ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലും വേണം. ഇതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. കേന്ദ്ര ഗവൺമെൻറ് സത്യത്തിൽ നമ്മുടെ ചാലക്കുടി മണ്ഡലത്തിനോടൊന്ന് മാത്രമല്ല കേരളത്തിനോട് തന്നെ ഒരു അവഗണന മനോഭാവമാണ് എന്നാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. സാലി മോമോ ചേരുന്നു. സാലി, സത്യാഗ്രഹ സമരം എങ്ങനെ പുരോഗമിക്കുന്നു? വിശദാംശങ്ങൾ. വ്യത്യസ്തമായ ഒരു ജനകീയ സമരത്തിനാണ് ഇന്ന് ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ സാക്ഷ്യം വഹിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനുകൾ ആധുനികവൽക്കരിക്കുക, ട്രെയിനുകൾക്ക് പ്രധാന സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് അനുവദിക്കുക, മേൽപ്പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇന്നസെന്റ് MP റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഏകദിന സത്യാഗ്രഹം നടത്തിവരുന്നത്. നിരവധി നിവേദനം നൽകിയെങ്കിലും റെയിൽവേ അധികൃതർ അവഗണിക്കുകയായിരുന്നു എന്ന് സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് MP പറഞ്ഞു. റെയിൽവേ നിലപാട് മാറ്റിയില്ലെങ്കിൽ വലിയ ബഹുജന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകും എന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിരവധി പേർ സമരത്തിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് കണ്ടത്. വിശേഷിച്ചും റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ തുടങ്ങി രാഷ്ട്രീയമില്ലാത്ത ചില സംഘടനകൾ പോലും MP-ക്ക് പിന്തുണയും ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ച് പ്രകടനമായി ഈ സമരപന്തലിലേക്ക് വരുന്നത് കാണാമായിരുന്നു. CPI-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം MC ജോസഫൈനാണ് സമരം ഉദ്ഘാടനം ചെയ്തത്. MLA-മാർ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങി നിരവധി പ്രമുഖർ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുമുണ്ട്. ധന്യ. ജലക്ഷാമം മുതലെടുത്ത മലിനജലം പോലും കുടിവെള്ളം എന്ന പേരിൽ വിറ്റ് പലരും ലക്ഷങ്ങൾ കൊയ്യുമ്പോൾ സ്വന്തം ചെലവിൽ കിലോമീറ്ററുകൾ അകലെ നിന്ന് ശുദ്ധജലം കൊണ്ടുവന്ന് നാട്ടുകാർക്ക് സൗജന്യമായി നൽകുകയാണ് കള്ളിമാലി ചിറ്റടിച്ചാൽ ഷൈജു എന്ന ചെറുപ്പക്കാരൻ. കടുത്ത ജലക്ഷാമം നേരിടുന്ന ഘട്ടത്തിൽ മലിനജലം പോലും കുടിവെള്ളം എന്ന പേരിൽ വിറ്റ് പലരും ലക്ഷങ്ങൾ സമ്പാദിക്കുമ്പോഴാണ് ഇടുക്കിക്കാരൻ ഷൈജു വ്യത്യസ്തനാകുന്നത്. രാജക്കാട് കള്ളിമാലിയിൽ കഴിഞ്ഞ ഓഗസ്റ്റോടെയാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായത്. പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശമായതിനാൽ കിണറുകൾ നാമമാത്രമായ ഇവിടെ കുടിവെള്ളം ഇപ്പോൾ കിട്ടാക്കനിയാണ്.
നാട്ടുകാരുടെ ദുരിതം കണ്ടാണ് പ്രദേശത്തെ 22ഓളം വീട്ടുകാർക്ക് ദിനംപ്രതി 50 ലിറ്റർ കുടിവെള്ളം ഷൈജു എത്തിച്ചു നൽകുന്നത്. കുടിവെള്ളത്തിന്റെ വളരെയധികം ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു പരിപാടി ചെയ്യാൻ തീരുമാനിച്ചത്. 22 വീട്ടുകാർക്ക് ഡെയിലി 50 ലിറ്റർ വീതം കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ വലിയ കോർണയിൽ ഒരു മണിക്കൂർ ഇരുന്നാലാണ് ഒരു കുടം വെള്ളം കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു സേവനം ചെയ്യുന്നത്. കടുത്ത കുടിവെള്ളം ക്ഷാമം നേരിടുന്ന ഘട്ടത്തിൽ ഷൈജുവിന്റെ പ്രവർത്തനം ഒരു ജീവകാരുണ്യമായാണ് നാട്ടുകാരും കാണുന്നത്. കുടിവെള്ള ക്ഷാമത്തിന്റെ ഈ സമയത്ത് ഞങ്ങൾക്ക് ഈ ഷൈജു കൊണ്ട് തരുന്ന ഈ വെള്ളമാണ് ഇപ്പം ഞങ്ങളുടെ ഏറ്റവും വലിയ അനുഗ്രഹം. ഞങ്ങളത് വന്ന് കൊണ്ടുപോയാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് ഇപ്പോൾ പോകുന്നത്. 4 കിലോമീറ്റർ അകലെ നിന്നാണ് ഷൈജു വെള്ളമെത്തിക്കുന്നത്. രാവിലെ 6 മണിയോടെ വാഹനത്തിൽ നാട്ടുകാർക്ക് വെള്ളമെത്തിച്ച ശേഷമാണ് ഉപജീവനത്തിനായി ഈ ചെറുപ്പക്കാരൻ തന്റെ വാഹനവുമായി നിരത്തിലിറങ്ങുക. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വാർത്തകളിലേക്ക്. കണ്ണൂരിൽ ഹർത്താലിന്റെ മറവിൽ BJP ആക്രമം. പയ്യന്നൂരിൽ സഹകരണ ആശുപത്രിയുടെ ആംബുലൻസ് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോകും വഴി അടിച്ചു തകർത്തു. ജോഷ്ല ചേരുന്നു. ജോഷ്ല, എന്താണ് സംഭവിച്ചത്? വിശദാംശങ്ങൾ. ധന്യ, ഇന്നലെ BJP പ്രവർത്തകൻ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് കണ്ണൂരിൽ BJP ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നു. കണ്ണൂരിലും അതുപോലെ തന്നെ മാഹിയിലും ഇന്ന് BJP ഹർത്താൽ ആചരിക്കുകയാണ്. അതേസമയം ഇന്ന് ഹർത്താലുമായി ബന്ധപ്പെട്ട് BJP പ്രവർത്തകർ BJP RSS സംഘം പലയിടങ്ങളിലും ഹർത്താലിന്റെ മറവിൽ ആക്രമണം അഴിച്ചുവിടുകയാണ്. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ വെച്ച് രോഗിയുമായി വന്ന പയ്യന്നൂർ സഹകരണ ആശുപത്രിയിലെ ആംബുലൻസ് BJP പ്രവർത്തകർ തകർക്കുകയുണ്ടായി. ഇത് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുൻവശത്ത് വെച്ച് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ന് ഈ BJP പ്രവർത്തകന്റെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്ന സമയത്താണ് അതേ സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ രോഗിയെയും വഹിച്ചു വന്ന ആംബുലൻസ് തകർക്കുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുള്ളത്. ധന്യ. ജോഷ്ലയാണ് വിശദാംശങ്ങൾ നൽകിയത്. കല്യാൺ സിൽക്സിന്റെ ഹൈപ്പർ മാർക്കറ്റ് കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചു. മേയർ സൗമിനി ജെയിൻ ഉദ്ഘാടനം നിർവഹിച്ചു. KVP കൃഷ്ണകുമാർ, കല്യാൺ സിൽക്സ് CMD പട്ടാഭിരാമൻ, മഹേഷ് പട്ടാഭിരാമൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൊച്ചി മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിന് സമീപമുള്ള കല്യാൺ സിൽക്സ് കെട്ടിടത്തിന്റെ 6-7 നിലകളിലാണ് ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. മറ്റിടങ്ങളിൽ കൂടുതൽ ഹൈപ്പർ മാർക്കറ്റുകൾ തുടങ്ങുമെന്ന് കല്യാൺ സിൽക്സ് ചെയർമാൻ അറിയിച്ചു.